ടെക്നോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ടെക്നോ പോവ. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ മുമ്പ് ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ടീസർ ഇപ്പോൾ ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസ്പ്ലേ എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഏകദേശം 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നതായിരിക്കും. ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിന്റെ ബാക്കിലായിരിക്കും വരിക. പിന്നെ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിരിക്കും വരിക. ഫോണിന്റെ ബാക്കിൽ ഒരു ഗ്ലോസി ഡിസൈനും വരുന്നതായിരിക്കും. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 480 നിറ്റ്സ് ആയിരിക്കും. പിന്നെ ഫോണിന്റെ തിക്നെസ് വരിക ഏകദേശം 9.4 mm ആയിരിക്കും. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിന്റെ ഗ്ലോബൽ വെർഷനിൽ 6GB റാമും അതുപോലെ 128GB ഇന്റേണലും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏത് വെർഷനായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നതായിരിക്കും. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരും. ആൻഡ്രോയിഡ് 10 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് വരുന്നതായിരിക്കും. 13 മെഗാ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ 2 മെഗാ മാക്രോ ലെൻസും 2 മെഗാ ഡെപ്ത് സെൻസറും പിന്നെ 4ാമത് ഒരു AI ലെൻസും വരും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഫോണിന്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പോൾ വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ ഫോണിൽ വരിക. അതുമാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഫോണിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഡിസംബർ 4-നാണ് ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിലായിരിക്കും ഈ ഫോണിന്റെ സെയിൽ നടക്കുക. പിന്നെ ഈ ഫോൺ ഫിലിപ്പൈൻസിൽ ലോഞ്ച് ചെയ്തത് ഏകദേശം 10,800 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ത്യയിൽ ഈ ഫോൺ 10,000 അല്ലെങ്കിൽ 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഡിസംബർ 4-നാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഈ ഫോണിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.